ഫൗസ്റ്റീനാമയുടെ ഡയറിയിൽ 872 പാരഗ്രാഫിൽ 872 ലിഖിതത്തിൽ ഫൗസ്റ്റീനാമ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കൊരു മന്ദത, നമുക്കൊരു അസ്വസ്ഥത, നമുക്കൊരു ടെൻഷൻ, ആകുലതയൊക്കെ വരുമ്പോഴത്തേനും കുറേയും കൂടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾക്കാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുക. അതായത് നമുക്കിപ്പോൾ ഒരു അസ്വസ്ഥതയും മുമ്പ് പറഞ്ഞ പോലെ ഈ അസ്വസ്ഥത എന്നുള്ള വാക്ക് കുറേ തവണ ഉപയോഗിക്കുന്നുണ്ട് തോന്നല്ലേ. അസ്വസ്ഥതയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ ഒരു ഹിതം അറിയാൻ പറ്റുന്നില്ല. ഫൗസ്റ്റീനാമ പറഞ്ഞു തരികയാണ്, അങ്ങനെയുള്ള സമയങ്ങളിൽ ശരിക്കും ഫൗസ്റ്റീനാമയോട് ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഡയറിയിൽ. അസ്വസ്ഥതയും മന്ദതയും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴത്തേനും കൂടുതൽ തീക്ഷ്ണതയോടെ മടി കൂടാതെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുകയെന്ന്. ആ സമയത്താണ് ശരിക്കും നല്ല തീരുമാനം എടുക്കാൻ പറ്റുകയെന്ന്. ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ പ്രാർത്ഥന ഇട്ടേച്ചു പോകല്ലേ വേണ്ടത്, പ്രാർത്ഥനയുടെ തീവ്രത കൂട്ടണം. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ ഏറ്റവും മാനുഷികമായിട്ട് ഏറ്റവും അസ്വസ്ഥത കൂടി നിൽക്കുന്ന സമയത്ത് ഇട്ടേച്ചു പോകല്ല, കൂട്ടുകാരോട് പറഞ്ഞു നോർമലായിട്ട്. പക്ഷേ ഈശോ കഠിനമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോയുടെ നമ്മളെ കുറിച്ചുള്ള ഹിതം നിറവേറാൻ പറ്റുക. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴല്ല കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത്. ചിലപ്പോൾ ഏറ്റവും തീ പൊള്ളുന്ന അനുഭവത്തിൽ, ദാനിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, 3-ാമത്തെ അധ്യായത്തിൽ തീ ആളിക്കത്തുകയാണ്. 7 ഇരട്ടി കത്തുന്ന സമയത്താണ് ഈ 3 പിള്ളേർ ഷദ്രാക്കും മെഷാക്കും അബേദ്നെഗോയും ദൈവത്തെ വാഴ്ത്തി പാടി മഹത്വപ്പെടുത്തുകയാണ്. രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോഴല്ല, വീട്ടിൽ കോസി ചെയറിലിരിക്കുന്ന സമയത്തല്ല, തീ പൊള്ളുന്ന സമയത്ത് ആരാധിക്കുന്നു.